ഇരിങ്ങാലക്കുട കാരുകുളങ്ങര നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ ജാതി വിവേചന പരാതിയിൽ നിന്ന് തലയൂരാൻ NSSും ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളും വിവാദങ്ങൾക്ക് പിന്നാലെ ക്ഷേത്ര ഉടമകളായ ചാഴൂർ കോവിലകത്തെ സ്വാധീനിക്കാൻ ശ്രമിച്ചതായി കുടുംബാംഗം ഉണ്ണികൃഷ്ണൻ തമ്പാൻ. ബ്ലാങ്ക് ചെക്കും കാഴ്ചവസ്തുക്കളുമായി കോവിലകത്ത് മുതിർന്ന അംഗത്തെ കാണാനെത്തി. ന്യൂസ് മലയാളം വാർത്തകൾക്ക് പിന്നാലെ ഇവർ കാണാനെത്തിയത് കോവിലകത്തെ സ്വാധീനിക്കാൻ തന്നെയെന്ന് സംശയിക്കുന്നതായും ഉണ്ണികൃഷ്ണൻ തമ്പാൻ. ന്യൂസ് മലയാളത്തിലെ മലയാളം വാർത്തകൾ കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കിയതായിട്ട് തോന്നുന്നു. ഇത് കേട്ടിട്ടാണെന്ന് തോന്നുന്നു കാരുകുളങ്ങര അമ്പലത്തിൽ നിന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് പേർ കഴിഞ്ഞ ദിവസം കോവിലകത്ത് വരികയുണ്ടായി. അവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന മുരളീധരൻ തമ്പുരാൻ അദ്ദേഹത്തെ സ്വാധീനിക്കാനായിട്ട് കുറേ കാഴ്ചക്കുലകളും അതുപോലെ തന്നെ എണ്ണ മുതലായ സാധനങ്ങളും പിന്നെ ബ്ലാങ്ക് ചെക്കുമായിട്ട് വരികയുണ്ടായി. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഏജ് എടുക്കാവുന്ന രീതിയിലാണ്. ഇത് കോവിലകത്തെ സ്വാധീനിക്കാൻ നടത്തുന്ന ഒരു ശ്രമമാണ് വസന്തെന്ന് കരുതേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിന് പ്രായാധിക്യം കൊണ്ട് കുറച്ച് ഓർമ്മക്കുറവും ശാരീരിക അസ്വാസ്ഥ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അവർ പറഞ്ഞത് അവിടുന്ന് ക്ഷേത്ര ഭാരവാഹികളാണ് 4 പേരെന്നാണ് വന്നിരുന്നു. ഈ വാർത്ത വന്ന ആദ്യത്തെ ദിവസം തന്നെയാണ് അവർ വന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതുകൊണ്ട് ആയിരിക്കണം. അല്ല മറ്റേതിപ്പോൾ കോവിലകത്ത് പിന്നെ വരെ നമ്മൾ കാരുകുളം പറ്റുന്ന ആരും വന്ന് പൈസ കൊടുക്കാണ്ട അവസ്ഥ, അങ്ങനെ ഒരു അവസ്ഥ കോവിലകത്തില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യമൊക്കെ നോക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ഒരാൾ അറിയാതെ പെട്ടെന്ന് ദിവസം കുറേ ബ്ലാങ്ക് ചെക്കായിട്ട് വരണമെങ്കിൽ അത് ഞങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് അവിടെ തന്നെ ആയിരിക്കണം. വിവരങ്ങളുമായി ലെവിൻ കെ വിജയനാണ് ചേരുന്നത്. ലെവിൻ, ഈ പറഞ്ഞ കാര്യം വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണം തന്നെയാണ് ഇപ്പോൾ ക്ഷേത്ര ഭാരവാഹികൾക്കെതിരെ ഉയരുന്നത്. അത്തരത്തിൽ കോവിലകത്തെത്തി അത്തരത്തിൽ സ്വാധീനിക്കാൻ ശ്രമിച്ചെങ്കിൽ അത് വലിയ ഒരു പരാതി അല്ലെങ്കിൽ ആരോപണം തന്നെയാണ്. എന്താണ് ഇക്കാര്യത്തിൽ അദ്ദേഹം പറയുന്നത്? സ്വാതി, ന്യൂസ് മലയാളം പുറത്തു കൊണ്ടുവന്ന വാർത്തയ്ക്ക് പിന്നാലെ അത് സമൂഹത്തിൽ വലിയ പ്രതിഷേധം ഉണ്ടാക്കുകയും പൂണൂലിട്ട പുലയൻ എന്നുള്ള പേരിൽ ഒരു യുവാവിനെ അധിക്ഷേപിക്കുകയും അതേ തുടർന്ന് അതിനു പിന്നാലെ തന്നെ ജാതി വിവേചനം ആ ക്ഷേത്രത്തിൽ നിലനിൽക്കുന്നുണ്ടെന്നുള്ള വെളിപ്പെടുത്തലുമായി മുൻ സെക്രട്ടറി അടക്കമുള്ള NSS അംഗങ്ങൾ തന്നെ മുന്നോട്ട് വരികയും ചെയ്ത സാഹചര്യത്തിലാണ് നിലവിൽ ഈ ക്ഷേത്രത്തിൽ ഭരണം നടത്തുകയും ഭരണകാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന NSS കരയോഗത്തിന്റെയും ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളായിട്ടുള്ള ആളുകൾ ഈ ചാഴൂർ കോവിലകത്തെ ഇരിങ്ങാലക്കുട കാരുകുളങ്ങര ക്ഷേത്രത്തിലെ ജാതി വിവേചന പരാതിയിലാണ് പുതിയ ആരോപണങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നത്.